Hi everyone, welcome back to Cogent English. Today I'm here with a humble attempt. As you know, English language, English literature has abundant of works, right? Literary works like novels, plays, prose, poems, etc. Actually, I have a plan to translate those works, the novels, plays, poems, prose, etc. Translate those works, English works, into Malayalam, to my mother tongue. As you know very well, that direct translation is not possible, but I will try my level best to translate the main idea or the summary of a particular novel, play, or poem. Now I am here with our HSA syllabus oriented novels and plays. നമ്മുടെ HSA ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാടകങ്ങളും നോവലുകളുമാണ് ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ്. ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ മലയാളം വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് പ്രതീക്ഷിക്കാം. വീഡിയോസിൻ്റെ പണിപ്പുരയിലാണ്. തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Alright, A Doll's House opens on a Christmas Eve. ഈ നാടകം തുടങ്ങുന്നത് തന്നെ ഒരു ക്രിസ്മസ് രാവിലാണ്. നോറ ഹെൽമർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നാടകത്തിലെ പ്രധാന കഥാപാത്രം നോറ ഹെൽമർ enters her well-furnished living room, the setting of the entire play, carrying several packages. അതായത് നമ്മുടെ നോറ ഹെൽമർ ക്രിസ്മസ് ഈവിൽ ഒരുപാട് സാധനങ്ങളുമായിട്ട് ഈ ഒരു നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എവിടെയാണ് ഇതിൻ്റെ സെറ്റിംഗ്? ഈ ഒരു പ്ലേയുടെ കംപ്ലീറ്റ് സെറ്റിംഗ് നടക്കുന്നത് നോറ എൻ്റർ ചെയ്യുന്ന ആ വെൽ ഫേർണിഷ്ഡ് ലിവിങ് റൂമാണ്. ആൻഡ് ടോർവാൾഡ് ഹെൽമർ, നോറാസ് ഹസ്ബൻഡ്, കംസ് ഔട്ട് ഓഫ് ഹിസ് സ്റ്റഡി when he hears his arrives, and he greets her playfully and affectionately, but then chides her for spending so much money on Christmas gifts. അപ്പോൾ നമ്മുടെ നോറ ഹെൽമർ വന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ നോറ ഹെൽമറിൻ്റെ ഹസ്ബൻഡ് ടോർവാൾഡ് ഹെൽമർ വരികയും പഠനം നിർത്തിവെച്ച് വരികയും ഒരുപാട് സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി തമാശ രീതിയിൽ ഗ്രീറ്റ് ചെയ്യുകയും അതിനുശേഷം കുറച്ചൊന്ന് ശകാരിക്കുകയും ചെയ്തു. എന്തിന് ഒരുപാട് പൈസ മുടക്കി ഒരുപാട് സാധനങ്ങൾ എന്തിനാണ് ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഒക്കെ എന്തിനാണ് വാങ്ങിയതെന്ന് ചോദിക്കുന്നു. Their conversation reveals that the Helmers have had to be careful with money for many years. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വരണം എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദാറ്റ് ടോർവാൾഡ് ഹാസ് റീസെൻ്റ്ലി ഒബ്റ്റെയിൻഡ് എ ന്യൂ പൊസിഷൻ അറ്റ് ദ ബാങ്ക് വെർ ഹി വർക്ക്സ് ദാറ്റ് വിൽ അഫോർഡ് ദം എ മോർ കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ നോറ ഹെൽമർ ഇങ്ങനെ ഒരുപാട് ക്യാഷ് ചിലവാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോറ ഹെൽമറിൻ്റെ ഹസ്ബൻഡിന് ഒരു പുതിയ ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട്, ഒരു ന്യൂ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൂടുതലും ഒരു കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ ഹെലൻ എന്ന് പറഞ്ഞൊരു മെയ്ഡ്, ഹെലൻ ദ മെയ്ഡ് അനൗൺസസ് ദാറ്റ് ഹെൽമേഴ്സ് ഡിയർ ഫ്രണ്ട് ഡോക്ടർ റാങ്ക് ഹാസ് കം ടു വിസിറ്റ്. അപ്പോൾ ഹെൽമറിൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ഡോക്ടർ റാങ്ക് വരുന്നുണ്ട് എന്ന് അവിടുത്തെ ഒരു സർവൻറ്റ്, ഒരു മെയ്ഡ് ഹെലനി എന്ന് പറയുന്ന മെയ്ഡ് അനൗൺസ് ചെയ്യുന്നു. അതേസമയം തന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു വിസിറ്റർ കൂടി വരികയാണ്. അത് നോറയ്ക്ക് ആരാണെന്ന് ഒരറിവുമില്ല. പക്ഷേ വന്നപ്പോൾ നമ്മുടെ ക്രിസ്റ്റ്യൻ ലിൻഡെ, എ ഫോർമർ സ്കൂൾ ഫ്രണ്ട്, അതായത് അവരുടെ മുമ്പ് ഉണ്ടായിരുന്നൊരു സ്കൂൾ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവർ റൂമിലേക്ക് വരുന്നു. ദ ടു ഹാവ് നോട്ട് സീൻ ഈച്ച് അതർ ഫോർ ഇയേഴ്സ്. കുറേ വർഷങ്ങളായിട്ട് അവർ തമ്മിൽ കണ്ടിട്ടില്ല. ബട്ട് നോറ മെൻഷൻസ് ഹാവിങ് റെഡ് ദാറ്റ് മിസ്സിസ് ലിൻഡേസ് ഹസ്ബൻഡ് പാസ്ഡ് അവേ എ ഫ്യൂ ഇയേഴ്സ് ഏർലിയർ. ഓക്കെ, അപ്പോൾ നോറ പറയുന്നു, ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലിൻഡയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. And Mrs. Linde tells Nora that when her husband died, she was left with no money and no children. അങ്ങനെ മിസ്സിസ് ലിൻഡെ പറയുകയാണ്, ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് ഒന്നും ബാക്കിയില്ലായിരുന്നു, എനിക്ക് കയ്യിൽ പൈസയും ഇല്ല, അതുപോലെ തന്നെ കുട്ടികളില്ലായിരുന്നു. നോറ ടെൽസ് മിസ്സിസ് ലിൻഡെ അബൌട്ട് ഹർ ഫസ്റ്റ് ഇയർ ഓഫ് മാരേജ് ടു ടോർവാൾഡ്. അതേസമയം നോറ
എന്ത് പറയുന്നു, നോറയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു, ലിൻഡയുമായിട്ട് പങ്കുവെക്കുകയാണ്. ഓക്കെ, ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് ദേ വെർ വെരി പുവർ ആൻഡ് ബോത്ത് ഹാഡ് ടു വർക്ക് ലോങ് hours. അപ്പോൾ നോറ പറയുകയാണ്, ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് മണിക്കൂറുകളോളം വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഞങ്ങൾ വളരെ പുവറായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ടോർവാൾഡ് ബിക്കെയിം സിക്ക്, ഷീ ആഡ്സ്. അതിനിടയിൽ നമ്മുടെ ടോർവാൾഡിന് സുഖമില്ലാതായി. ആൻഡ് ദ കപ്പിൾ ഹാഡ് ടു ട്രാവൽ ടു ഇറ്റലി സോ ദാറ്റ് ടോർവാൾഡ് കുഡ് റിക്കവർ. അങ്ങനെ അവർ ഇറ്റലിയിലേക്കൊക്കെ പോയി, അങ്ങനെയാണ് ടോർവാൾഡിന് സുഖമായത് എന്നൊക്കെ പറയുകയാണ്. ഓൾ റൈറ്റ്, സ്ത്രീകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവരുടെ സംസാരം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോറ ഇൻക്വയേഴ്സ് ഫർദർ അബൌട്ട് മിസ്സിസ് ലിൻഡേസ് ലൈഫ്. അപ്പം നോറയ്ക്ക് കൂടുതലും മിസ്സിസ് ലിൻഡയുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആൻഡ് മിസ്സിസ് ലിൻഡെ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഫോർ ഇയേഴ്സ് ഷീ ഹാഡ് ടു കെയർ ഫോർ ഹെർ സിക്ക് മദർ ആൻഡ് ഹെർ 2 യങ്ങർ ബ്രദേഴ്സ്. ഒരുപാട് വർഷം മിസ്സിസ് ലിൻഡയ്ക്ക് തൻ്റെ സുഖമില്ലാത്ത അമ്മയെ പരിചരിക്കേണ്ടിയും അതുപോലെ തന്നെ യങ്ങായിട്ട് ഉണ്ടായിരുന്ന തൻ്റെ 2 ബ്രദേഴ്സിനെ, 2 സഹോദരങ്ങളെയും നോക്കേണ്ടി വന്നിരുന്നു. ആൻഡ് ഷീ സ്റ്റേറ്റ്സ് ദാറ്റ് ഹെർ മദർ ഹാസ് പാസ്ഡ് അവേ. പിന്നീട് പറയുന്നു അമ്മ മരിച്ചുപോയി എന്ന് പറയുന്നു. ദൗ ആൻഡ് ദാറ്റ് ദ ബ്രദേഴ്സ് ആർ ടു ഓൾഡ് ടു നീഡ് ഹെർ. പക്ഷേ 2 സഹോദരങ്ങൾ വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്സിസ് ലിൻഡയുടെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് റിലീഫ്, മിസ്സിസ് ലിൻഡെ സേസ് ഷീ ഫീൽസ് എംപ്റ്റി ബിക്കോസ് ഷീ ഹാസ് നോ ഓക്യുപ്പേഷൻ. ഷീ ഹോപ്സ് ദാറ്റ് ടോർവാൾഡ് മേ ബി ഏബിൾ ടു ഹെൽപ്പ് ഹെർ ഒബ്റ്റെയിൻ ആൻ എംപ്ലോയ്മെൻറ്റ്. അപ്പം സത്യം പറഞ്ഞാൽ മിസ്സിസ് ലിൻഡെ വന്നിരിക്കുന്നത് ഒരു കാര്യവുമായിട്ടൊരു അപേക്ഷയുമായിട്ടുമാണ്. അവർക്കിപ്പോൾ നിലവിൽ ജോലിയൊന്നുമില്ല. അപ്പോൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ടോർവാൾഡ് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ മിസ്സിസ് ലിൻഡയ്ക്കുണ്ട്. നൂറ പ്രോമിസസ് ടു സ്പീക്ക് ടു ടോർവാൾഡ് ആൻഡ് ദെൻ റിവീൽസ് എ ഗ്രേറ്റ് സീക്രട്ട് ടു മിസ്സിസ് ലിൻഡെ വിത്തൗട്ട് ടോർവാൾഡ്സ് നോളജ്. നോറ ഇല്ലീഗലി ബോറോഡ് മണി ഫോർ ദ ട്രിപ്പ് ദാറ്റ് ഷീ ആൻഡ് ടോർവാൾഡ് ടുക്ക് ടു ഇറ്റലി. അതായത് അതിനിടയിലാണ് നോറ ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഞാൻ എന്തായാലും ഈ നിൻ്റെ ജോലിക്കാര്യം ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കാം, ടോർവാൾഡിനോട് സംസാരിക്കാം. പക്ഷേ അതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ആണല്ലോ, സംസാരിച്ച് അവസാനം ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവിടെ നോറ ഒരു സീക്രട്ട് മിസ്സിസ് ലിൻഡയോട് പറയുന്നതാണ്. അതായത് ടോർവാൾഡിൻ്റെ നോളജ് ഇല്ലാതെ, അറിവില്ലാതെ നോറ ഇല്ലീഗലി കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു ടോർവാൾഡും ഇവർ ഇറ്റലിയിൽ പോയില്ല, അതിൻ്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് നോറ ഇല്ലീഗലി ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ടോൾഡ് ടോർവാൾഡ് ദാറ്റ് ദ മണി ഹാഡ് കം ഫ്രം ഹെർ ഫാദർ. ടോർവാൾഡിനോട് നോറ പറഞ്ഞത് അത് അച്ഛൻ, നോറയുടെ ഫാദർ അയച്ചു തന്നാണെന്നാണ് പറഞ്ഞത്. ഫോർ ഇയേഴ്സ് നോറ റിവീൽസ് ഷീ ഹാസ് വർക്ക്ഡ് ആൻഡ് സേവ്ഡ് ഇൻ സീക്രട്ട്, സ്ലോലി റീപേയിങ് ദ ഡെറ്റ് ആൻഡ് സൂൺ ഇറ്റ് വിൽ ബി ഫുള്ളി റീപെയ്ഡ്. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് അവർ ആ പൈസ അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് അത് തീരുമെന്നുള്ളതാണ് പറയുന്നത്. ഓൾ റൈറ്റ്, നമുക്ക് മറ്റൊരു കഥാപാത്രം ഈ നാടകത്തിൽ കടന്നു വരുന്നതാണ് ക്രോക്സ്റ്റഡ്, എ ലോ ലെവൽ എംപ്ലോയി അറ്റ് ദ ബാങ്ക് വെയർ ടോർവാൾഡ് വർക്ക്സ്. ടോർവാൾഡ് വർക്ക് ചെയ്യുന്ന ബാങ്കിലെ ഒരു ലോ ലെവൽ എംപ്ലോയിയാണ്. അറൈവ്സ് ആൻഡ് പ്രൊസീഡ്സ് ഇൻ ടു ടോർവാൾഡ് സ്റ്റഡി. അങ്ങനെ ടോർവാൾഡ്സിൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോകുന്നു. നോറ റിയാക്ട്സ് അൺഈസിലി ടു ക്രോക്സ്റ്റഡ്സ് പ്രസൻസ്. അപ്പോൾ ഇവിടെ നോറയ്ക്ക് എന്തോ ഒരു അണീസിനെസ്, എന്തോ ഒരു അണീസിലി സംതിങ്, എന്തോ ഒരു ഫീൽ പോലെ തോന്നി. ആൻഡ് ഡോക്ടർ റാങ്ക് കമ്മിങ് ഔട്ട് ഓഫ് ദ സ്റ്റഡി ആൻഡ് സെയ്സ് ക്രോക്സ്റ്റഡ് ഈസ് എ മോറലി സിക്ക്. അങ്ങനെ ഡോക്ടർ റാങ്കും അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഹീസ് മോറലി സിക്ക്. Once he has finished meeting with Croxted, Torvald comes into the living room and says that he can probably hire Mrs. Linte at the bank. Dr. Rank, Torvald and Mrs. Linte then depart. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അവർ സംസാരത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്രോക്സ്റ്റഡ്
ടോർവാൾഡ് അവരെല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ടോർവാൾഡ് സജസ്റ്റ് ചെയ്യുന്നു, മിസ്സിസ് ലിൻഡെ നമ്മുടെ ബാങ്കിലേക്ക് എടുക്കുന്നതിൽ നിനക്ക് എടുക്കാവുന്നതാണെന്നുള്ളൊരു സജഷനും മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഡോക്ടർ റാങ്കും ടോർവാൾഡും മിസ്സിസ് ലിൻഡെയും അവിടുന്ന് പോകുന്നു, സീനിൽ നിന്ന് മാറുന്നു, നമ്മുടെ ഈ സെറ്റിങ്സിൽ നിന്ന് മാറുന്നു. ലീവിങ് നോറ ബൈ ഹേഴ്സെൽഫ്. ആ സമയത്ത് നോറ മാത്രം ഒറ്റയ്ക്കാവുന്നു. ഓക്കെ, നമ്മുടെ ലിവിങ് റൂമിൽ. നോറാസ് ചിൽഡ്രൻ റിട്ടേൺ വിത്ത് ദെയർ നാനി ആനി മറിയ ആൻഡ് നോറ പ്ലേസ് വിത്ത് ദം അൺടിൽ ഷീ നോട്ടീസസ് ക്രോക്സ്റ്റഡ്സ് പ്രസൻസ് ഇൻ ദ റൂം. നോറ ഇങ്ങനെ കുട്ടികളുമായി കളിക്കുകയായിരുന്നു ഏതുവരെ? ക്രോക്സ്റ്റഡ്സിൻ്റെ പ്രസൻസ് നോട്ട് ചെയ്യുന്നതുവരെ. Then the two converse and Krogstad is revealed to be the source of Nora's secret loan. അപ്പോൾ നമ്മുടെ നോറ ക്യാഷ് വാങ്ങിയിട്ടുള്ളത് ക്രോക്സ്റ്റഡിൻ്റെ കയ്യിൽ നിന്നാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാണ്. Krogstad states that Torvald wants to fire him from his position at the bank and alludes to his own poor reputation. അപ്പോൾ ഇവിടെ ടോർവാൾഡിന് നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് ബാങ്കിൽ. ഇപ്പോൾ ടോർവാൾഡ് ക്രോക്സ്റ്റഡിന് പറഞ്ഞിട്ടുണ്ട് പോലും അദ്ദേഹത്തിൻ്റെ മോശമായിട്ടുള്ള പെരുമാറ്റ രീതിയും മറ്റു കാര്യങ്ങളും കൊണ്ടും അദ്ദേഹത്തിനെ ജോലിയിൽ നിന്നും ഫയർ ചെയ്യാൻ പോവുകയാണ്, പിരിച്ചുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞു. സോ ഹി ആസ്ക് നോറ ടു യൂസ് ഹെർ ഇൻഫ്ലുവൻസ് ടു എൻഷ്യൂർ ദാറ്റ് ഹിസ് പൊസിഷൻ റിമെയിൻസ് സെക്യൂർ. അപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ ഭാര്യമാർ പറഞ്ഞാൽ കേൾക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ക്രോക്സ്റ്റഡ് നോറയോട് പറയുകയാണ്, നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജോലി ഒന്ന് സെക്യൂർ ചെയ്യാൻ പറ്റുമോ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ പറ്റുമോ എന്ന് ക്രോക്സ്റ്റഡ് നോറയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. വെൻ ഷീ റെഫ്യൂസസ്, ക്രോക്സ്റ്റഡ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഹി ഹാസ് ഇൻ ഹിസ് പൊസഷൻ എ കോൺട്രാക്ട് ദാറ്റ് കണ്ടെയ്ൻസ് നോറാസ് ഫോർജറി ഓഫ് ഹെർ ഫാദേഴ്സ് സിഗ്നേച്ചർ. അപ്പോൾ ഇവിടെ പറയുന്നു, നോറ ഈ ഇൻഫ്ലുവൻസ് ചെയ്ത് തൻ്റെ ജോലി സെക്യൂർ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നോറ റെഫ്യൂസ് ചെയ്യുന്നു, അത് നിരസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്രോക്സ്റ്റഡ്, ഇവിടെയാണ് നമ്മൾ എല്ലാ സിനിമകളിലും മറ്റതിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നു. ക്രോക്സ്റ്റഡിന് അറിയാം ക്രോക്സ്റ്റഡിൻ്റെ കയ്യിലൊരു സംഭവമുണ്ട്, അതായത് നോറ അച്ഛൻ്റെ സിഗ്നേച്ചറാണ് എന്ന് കരുതിയിട്ടുള്ള, അച്ഛൻ്റെ സിഗ്നേച്ചർ ഫോർജറി ചെയ്തിട്ടുള്ള, ഒരു കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള അച്ഛൻ്റെ സിഗ്നേച്ചർ എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിക്കും, ഞാൻ ഹസ്ബൻഡിനെ കാണിക്കും, നിങ്ങൾ ഇങ്ങനെ പണം കടം വാങ്ങിയതാണ്, നിങ്ങൾ ഒരു സീക്രട്ട് ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ള വിവരം ഞാൻ പറയും എന്ന് ക്രോക്സ്റ്റഡ് പറയുന്നു. And Krogstad blackmails Nora, threatening to reveal her crime and to bring shame and disgrace on both Nora and her husband if she does not prevent Torvald from firing him. അപ്പോൾ എന്ന് വെച്ചാൽ ക്രോക്സ്റ്റഡിനെ തൻ്റെ ജോലി സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും എന്താ പറയുക, രണ്ടുപേർക്കും നോറയും അതുപോലെ തന്നെ ഹസ്ബൻഡ് രണ്ടുപേരും നിങ്ങളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും, ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു ഫോർജറി ചെയ്തതും കടം വാങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ പറയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ക്രോക്സ്റ്റഡ് ത്രട്ടൻ ചെയ്യുന്നു. നോറ ട്രൈസ് ടു കൺവിൻസ് ഹിം നോട്ട് ടു ഫയർ ക്രോക്സ്റ്റഡ്, ബട്ട് ടോർവാൾഡ് വിൽ ഹിയർ നത്തിങ് ഓഫ് ഇറ്റ്. He declares Krogstad an immoral man and states that he feels physically ill in the presence of such people. അപ്പോൾ ഈ കാര്യം പറഞ്ഞ് നമ്മുടെ നോറ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര നിരാശയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ക്രോക്സ്റ്റഡിനെ എങ്ങനെയെങ്കിലും ജോലി സ്ഥിരപ്പെടുത്തണം എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ടോർവാൾഡ് അത് കേൾക്കുന്നേയില്ല, അതിന് ചെവി കൊടുക്കാതിരുന്നു. കാരണം അദ്ദേഹം അത്രയ്ക്ക് ഒരു ഇമ്മോറൽ മാൻ ആണെന്ന് പറയുന്നു. Act 2 opens on the following day, Christmas. Alone, Nora paces her living room filled with anxiety. Act 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോളോയിങ് ഡേ, ക്രിസ്മസ് ഡേ. നോറ പേസസ് ഹർ ലിവിങ് റൂം ഫിൽഡ് വിത്ത് ആൻസൈറ്റി. വല്ലാത്ത ഒരു നിരാശയും അതുപോലെ തന്നെ ആങ്സൈറ്റിയും എല്ലാം ഉണ്ട്. ആൻഡ് മിസ്സിസ് ലിൻഡെ അറൈവ്സ് ആൻഡ് ഹെൽപ്സ് സൂയിങ് ദിസ് നോറാസ് കോസ്റ്റ്യൂം ഫോർ ദ ബോൾ. ആൻഡ് ലിൻഡെ അറൈവ് ചെയ്യുന്നു. അങ്ങനെ നോറാസിൻ്റെ ഡ്രസ്സ് അവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് നോറ വിൽ ബി അറ്റൻഡിങ് അറ്റ് ദ നെയ്ബേഴ്സ് ഹോം ദ ഫോളോയിങ് ഈവനിങ്.
So Nora tells Mrs. Linde that Dr. Rank has a mortal illness that he inherited from his father. അങ്ങനെ നോറ ടെൽസ് മിസ്സിസ് ലിൻഡയോട് പറയാണ് ഡോക്ടർ റാങ്കിന് ഒരു മോർട്ടൽ ഇൽനെസ് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ഡിസാസ്ട്രൽ ഇൽനെസ് സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു വളരെ പിന്നെ അപകടകാരിയായിട്ടുള്ളൊരു അസുഖമുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നോറാസ് സസ്പീഷ്യസ് ബിഹേവിയർ ലീഡ്സ് ടു മിസ്സിസ് ലിൻഡെ ടു ഗസ് ദാറ്റ് ഡോക്ടർ റാങ്ക് ഈസ് ദ സോഴ്സ് ഓഫ് നോറാസ് ലോൺ. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ റാങ്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മിസ്സിസ് ലിൻഡയ്ക്ക് ഒരു ഡൗട്ട് അടിച്ചു. എന്താണ്, ഈ ഡോക്ടർ റാങ്കിനോടാണോ നമ്മുടെ നോറ പൈസ വാങ്ങിയത്, കടം വാങ്ങിയത്, ആ ലോണ് വാങ്ങിയതെന്ന് ഡൗട്ടായി. നോറ ഡിനൈസ് മിസ്സിസ് ലിൻഡേസ് ചാർജ് ബട്ട് റെഫ്യൂസസ് ടു റിവീൽ ദ സോഴ്സ് ഓഫ് ഹർ ഡിസ്ട്രെസ്. എന്നാലും നോറയുടെ ഡിസ്ട്രെസ്, ഒരു മനസ്സമാധാനമില്ലായ്മ, ഒരു സങ്കടം എന്താണ് എന്നുള്ളത് അവരുടെ ചില ആറ്റിറ്റ്യൂഡിലെ മിസ്സിസ് ലിൻഡെ മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി എന്താണ്, ആരാണ് ആ ഒരു ഡിസ്ട്രെസ്സിന് കാരണം എന്താണെന്നുള്ളത് നോറ എന്ത് ചെയ്തില്ല, റിവീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ടോർവാൾഡ് അറൈവ്സ് ആൻഡ് നോറ അഗെയിൻ ബെഗ്സ് ഹിം ടു കീപ് ക്രോക്സ്റ്റഡ് എംപ്ലോയിഡ് അറ്റ് ദ ബാങ്ക് ബട്ട് അഗെയിൻ ടോർവാൾഡ് റിഫ്യൂസസ്. അപ്പോൾ വീണ്ടും നമ്മുടെ മെയിൻ കഥാപാത്രം നോറ ബെഗ് ചെയ്യുന്നു, നമുക്ക് എങ്ങനെയെങ്കിലും ക്രോക്സ്റ്റഡിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണം. പക്ഷേ ടോർവാൾഡ് അത് റിഫ്യൂസ് ചെയ്യുകയാണ്. When Nora presses him, he admires that Crockstead's moral behavior is not all that bothers him. He dislikes Crockstead's overly familiar attitude. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എങ്ങനെ കൂടുതൽ പറഞ്ഞപ്പോൾ ടോർവാൾഡ് പറയുന്നു ക്രോക്സ്റ്റഡിൻ്റെ മോറൽ ബിഹേവിയർ മാത്രമല്ല പ്രോബ്ലം, അദ്ദേഹത്തിൻ്റെ ചില ഓവർലി ഫെമിലിയർ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ഒരു വലിയ പരിചയം സ്ഥാപിക്കൽ, ഇത്തരത്തിലുള്ള സ്വഭാവമാണ് എനിക്ക് പറ്റാത്തത് എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ടോർവാൾഡ് ആൻഡ് നോറ ആർഗ്യൂ അൺടിൽ ടോർവാൾഡ് സെൻസ് ദ മെയ്ഡ് ടു ഡെലിവർ ക്രോക്സ്റ്റഡ്സ് ലെറ്റർ ഓഫ് ഡിസ്മിസൽ. അങ്ങനെ നമ്മുടെ നോറയുടെ സംസാരമൊന്നും കേൾക്കാതെ ടോർവാൾഡ് ഡിസ്മിസൽ ലെറ്റർ, നമ്മുടെ ക്രോക്സ്റ്റഡിൻ്റെ ഡിസ്മിസൽ ലെറ്റർ റെഡിയാക്കി സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ടോർവാൾഡ് ലീവ്സ്. Dr. Rank arrives and tells Nora that he knows he is close to death. She attempts to cheer him up and begins to flirt with him. She seems to be preparing to ask him to intervene on her behalf in her struggle with Torvald. Suddenly, Dr. Rank reveals to Nora that he is in love with her. In light of this revelation, Nora refuses to ask Dr. Rank for anything. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ടോർവാൾഡ് പോകുന്നു, അതുപോലെ തന്നെ ഡോക്ടർ റാങ്ക് വരുന്നു. ഡോക്ടർ റാങ്ക് ടെൽസ് നോറ ദാറ്റ് ഹീ നോസ് ഹീ ഈസ് ക്ലോസ് ടു ഡെത്ത്. എനിക്കറിയാം അദ്ദേഹം മരണത്തിലേക്ക് അടുക്കുകയാണ്. ഷീ അറ്റംപ്റ്റ്സ് ടു ചിയർ ഹിം അപ്പ് ആൻഡ് ബിഗിൻസ് ടു ഫ്ലിർട്ട് വിത്ത് ഹിം. And she seems to be preparing to ask him to intervene on her behalf in her struggle with Torvald. ആക്ച്വലി ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ടോർവാൾഡുമായിട്ടുള്ള തൻ്റെ ഈ ഒരു മാനസിക പ്രശ്നം, ഈ ഒരു വിഷയം എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ റാങ്കുമായിട്ട് പറഞ്ഞാലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഡോക്ടർ റാങ്ക് പറയുന്നത് ഡോക്ടർ റാങ്കിന് നോറയെ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറയുന്നു. ഓക്കെ, ഇൻ ലൈറ്റ് ഓഫ് ദിസ് റിവിലേഷൻ ദാറ്റ്, ഈ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ എൻ്റെ ഈ ഒരു കാര്യം പറയും, ഈ പണം വാങ്ങിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നാണക്കേടാണല്ലോ. അപ്പോൾ അത് പറയുന്നത് നോറ അങ്ങനെ പറഞ്ഞപ്പോൾ നോറ ഈ ഡോക്ടർ റാങ്ക് നോറയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നോറ റിഫ്യൂസസ് ടു ആസ്ക് ഡോക്ടർ റാങ്ക് ഫോർ എനിത്തിങ്. അപ്പം മറ്റു കാര്യങ്ങളൊന്നും പറയാൻ തോന്നിയില്ല. Once Dr. Rank leaves, Crockstead arrives and demands an explanation for his dismissal. അങ്ങനെ നാടകത്തിൽ നിന്നും ഡോക്ടർ റാങ്ക് ലീവ് പോകുന്നു. ആ സമയത്ത് ക്രോക്സ്റ്റഡ് വരികയും ക്രോക്സ്റ്റഡ് ഡിമാൻഡ് ചെയ്യുന്നു, ഐ നീഡ് ദ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഡിസ്മിസൽ. ഹി വോൺസ് റെസ്പെക്റ്റബിലിറ്റി ആൻഡ് ഹാസ് ചേഞ്ച്ഡ് ദ ടേംസ് ഓഫ് ഹിസ് ബ്ലാക്ക് മെയിൽ ആൻഡ് ഹി നൗ ഇൻസിസ്റ്റ്
to Nora. Not only that he be rehired at the bank, but that he be rehired in higher position. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ക്രോക്സ്റ്റഡിൻ്റെ ഡിമാൻഡ് ഒന്ന് മാറ്റുകയാണ്. അത് പറയുന്നു, എനിക്ക് എന്നെ ജോലിയിൽ തിരിച്ചെടുത്താൽ മാത്രം പോരാ, അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു പൊസിഷനും കൂടി വേണമെന്ന് പറയുന്നു. He then puts a letter detailing Nora's debt and forgery in the Helmer's letter box. In a panic, Nora tells Mrs. Linda everything, and Mrs. Linde instructs Nora to delay Torvald from opening the letter as long as possible while she goes to speak with Croxted. അങ്ങനെ ക്രോക്സ്റ്റഡ് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഈ നോറ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റ്, അതായത് നോറയിൽ നിന്നും, സത്യത്തിൽ നോറയാണ് ക്രോക്സ്റ്റഡിൽ നിന്നാണ് നോറ പൈസ കടം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോറയുടെ മരിച്ചുപോയ അച്ഛൻ്റെ പേരിൽ ഒരു ഫോർജറി സിഗ്നേച്ചറൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവം, ആ ഒരു എവിഡൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രോക്സ്റ്റഡ് ഹെൽമറിൻ്റെ ലെറ്റർ ബോക്സിൽ വെച്ച് പോകുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് വല്ലാതെ പാനിക്കായിട്ട് നോറ എല്ലാ കാര്യവും മിസ്സിസ് ലിൻഡയുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം മിസ്സിസ് ലിൻഡെ പറയുന്നു, ഡോണ്ട് വറി, നമുക്ക് നീ ഒരു കാര്യം ചെയ്യ്, മിസ്റ്റർ ടോർവാൾഡ് വരുന്നത് വരെ, ടോർവാൾഡ് ഈ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യുന്നത് വരെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക. അങ്ങനെ അവർ നേരെ ഡാൻസ് ഒരു ക്ലബിലേക്ക് പോവുകയാണ്. ആൻഡ് നോറ ബിഗിൻസ് ടു പ്രാക്ടീസ് ദ ടാരൻറ്റല്ല ഷീ വിൽ പെർഫോം അറ്റ് ദ ഈവനിങ് കോസ്റ്റ്യൂം പാർട്ടി. In her agitated emotional state, she danced wildly and violently, displeased Torvald. അങ്ങനെ അവർ നേരെ പോയിട്ട് ഡാൻസ് കളിക്കുന്നു. ടാരൻറ്റല്ല എന്ന ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, പക്ഷേ അവൾക്ക് പറ്റുന്നില്ല. അവൾ മാനസികമായി ഒരുപാട് തളർന്നിരിക്കുകയല്ലേ, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവളുടെ പ്രസൻറ്റേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, ടോർവാൾഡിന് ഇഷ്ടപ്പെട്ടില്ല. Nora manages to make Torvald promise not to open his mail until after she performs at the party. And Mrs. Linde soon returns and says that she has left Croxted and a note, but that he will be gone until the following evening. Next night, as the costume party takes place upstairs, Croxted meets Miss Linde in the Helmer's living room. ആ രാത്രി, പിറ്റേന്ന് രാത്രി അവിടെ ഒരു കോസ്റ്റ്യൂം പാർട്ടിയിൽ ക്രോക്സ്റ്റഡിനെ നമ്മളെ മിസ്സിസ് ലിൻഡയുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ആൻഡ് ദെയർ കോൺവെർസേഷൻ റിവീൽസ് ദാറ്റ് ദ ടു ഹാഡ് വൺസ് ബീൻ ഡീപ്ലി ഇൻ ലവ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല പ്രണയത്തിലായിരുന്നുവെന്ന് നമുക്ക് ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് മിസ്സിസ് ലിൻഡെ ലെഫ്റ്റ് ക്രോക്സ്റ്റഡ് ഫോർ എ വെൽത്തിയർ മാൻ ഹു വുഡ് എനേബിൾ ഹർ ടു സപ്പോർട്ട് ഹർ ഫാമിലി. അപ്പോൾ ഇവിടെ മിസ്സിസ് ലിൻഡെ മനഃപൂർവ്വം ചതിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പറയുകയാണെങ്കിൽ എന്താണ്, തേച്ചിട്ട് പോവുകയാണെന്ന് പറയാം. ഒരു പണക്കാരൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞു പോയി, മിസ്സിസ് ലിൻഡെ വിവാഹം കഴിച്ചു പോയി. കാരണം ക്രോക്സ്റ്റഡ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പ്രോപ്പറായിട്ട് ജോലിയും നല്ല രീതിയിലൊരു പ്രൊഫഷനൊന്നും ജോലിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതാണ് മെയിൻ കാരണം. And she tells Croxted that now that she is free of her own familiar obligations and wishes to be with Croxted and care for her children. അപ്പോൾ ഇപ്പോൾ എന്നെ പറയുന്നു, ഞാനിപ്പോൾ എല്ലാം കൊണ്ടും റെഡിയാണ്, നിങ്ങളെ വിവാഹം കഴിക്കാൻ, ക്രോക്സ്റ്റഡിനെ വിവാഹം കഴിക്കാൻ റെഡിയാണ്, നിങ്ങളെ കുട്ടികളെ നോക്കാനും എല്ലാത്തിനും ഞാൻ റെഡിയാണ്, ഇപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു, ഞാൻ കംപ്ലീറ്റ്ലി അലോൺ എന്നൊക്കെ പറയുന്നു. ക്രോക്സ്റ്റഡ് ഈസ് വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് ആൻഡ് ഓവർജോയ്ഡ് ആൻഡ് സേസ് ഹി വിൽ ഡിമാൻഡ് ഹിസ് ലെറ്റർ ബാക്ക് ബിഫോർ ടോർവൾഡ് ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് ലേൺ നോറാസ് സീക്രട്ട്. സോ ഇമ്മീഡിയറ്റ്ലി ക്രോക്സ്റ്റഡിൻ്റെ സന്തോഷം അടക്കാൻ വയ്യാതെ പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ലെറ്റർ പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാം, ടോർവാൾഡ് വായിക്കുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചെടുക്കാം എന്ന് പറയുന്നു. മിസ്സിസ് ലിൻഡെ however insist he leave the letter because she believes both Torvald and Nora will be better off once the truth has been revealed. അവിടെ മിസ്സിസ് ലിൻഡെ ചിന്തിക്കുന്നു, സത്യം എന്തായാലും ഒരു ദിവസം പുറത്തു വരണം. അവർ ടോർവാൾഡ് ആ ഒരു ഈ ഒരു ഫോർജറിയെക്കുറിച്ചും ഈ ഒരു ലോണിനെ കുറിച്ചൊക്കെ അറിയട്ടെ, അങ്ങനെ അവരെന്തായാലും നല്ല രീതിയിൽ തന്നെ നല്ല ടേംസിൽ തന്നെ വരും, നോ പ്രോബ്ലം എന്ന് ചിന്തിക്കുന്നു. സൂൺ ആഫ്റ്റർ ക്രോക്സ്റ്റഡ് ഡിപ്പാർച്ചർ നോറ ആൻഡ് ടോർവാൾഡ് എൻറ്റർ ബാക്ക് ഫ്രം ദ കോസ്റ്റ്യൂം ബോൾ. അങ്ങനെ അവർ ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രോക്സ്റ്റഡ് പോയ ഉടൻ തന്നെ നോറയും ടോർവാൾഡും കൂടി പുറത്തേക്ക് വരുന്നു കോസ്റ്റ്യൂം ബോളിൽ നിന്നും. After saying good night to Mrs. Linde, Torvald tells Nora how desirable she looks as she danced. നോക്കൂ, ഇവിടെ ടോർവാൾഡ് പ്രശംസിക്കുന്നു നോറയുടെ ഡാൻസിനെ കുറിച്ച്. ആൻഡ് ഡോക്ടർ റാങ്ക്, who was also at the party and has come to say good night, promptly interrupts Torvald's advance on Nora. After Dr. Rank leaves, Torvald finds in his letter box
two of the Dr. Rang's visiting cards, each with a black cross above the name. Oh, and definitely Nora knows Dr. Rang's card constitute his announcement that he will soon die. അങ്ങനെ നമ്മുടെ ഒരു സസ്പെൻസ് ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ഈ സ്റ്റോറിയുടെ. അതായത് നമ്മൾ ടോർവാൾഡ് ഒരു ലെറ്റർ ബോക്സ് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡോക്ടർ റാങ്കിൻ്റെ 2 വിസിറ്റിംഗ് കാർഡ്സാണ്. അതിൽ ഡോക്ടർ റാങ്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഷീ ഇൻഫോംസ് ടോർവാൾഡ് ഓഫ് ദറ്റ് ഫാക്ട്. ഷീ ദെൻ ഇൻസിസ്റ്റ് ദാറ്റ് ടോർവാൾഡ് റീഡ് ദ ക്രോക്സ്റ്റഡ്സ് ലെറ്റർ. അങ്ങനെ വളരെ നിഷ്കളങ്കയായിട്ടുള്ള നമ്മുടെ നോറ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്രോക്സ്റ്റഡിൻ്റെ ലെറ്റർ കൂടി ഒന്ന് വായിച്ചോളൂ. അതെല്ലാം ലെറ്റർ കിട്ടിയല്ലോ, സ്വാഭാവികമായിട്ടും വായിക്കും. ആൻഡ് ടോർവാൾഡ് റീഡ്സ് ദ ലെറ്റർ ആൻഡ് ഈസ് ഔട്ട്റേജ്ഡ്. He calls Nora a hypocrite and a liar and complains that she has ruined his happiness. ഓ, ഇതായിരുന്നു വളരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ പറഞ്ഞ നോറയെ ഒരുപാട് തെറി വിളിച്ചു. എന്നിട്ട് ലയർ, നോണയത്തെയാണ്, നീ ഒരു ഹിപ്പോക്രറ്റാണ്, എല്ലാ രീതിയിലും നീ എൻ്റെ സന്തോഷം കെടുത്താൻ വന്നതാണ്. ഹി ഡിക്ലെയർസ് ദാറ്റ് ഷീ വിൽ നോട്ട് ബി അലൗഡ് ടു റേസ് ദെയർ ചിൽഡ്രൻ. എനിക്ക് എൻ്റെ കുട്ടികളെ പോലും വളർത്താൻ അല്ലെങ്കിൽ അവരെ നോക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു നമ്മുടെ നോറയെക്കുറിച്ച് ഇത് കണ്ടപ്പോൾ. അപ്പോഴാണ് നമ്മുടെ ഹെലീൻ മെയ്ഡ് ഒരു കത്തുമായിട്ട് വരുന്നത്. ടോർവാൾഡ് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? ക്രോക്സ്റ്റഡ്. ക്രോക്സ്റ്റഡാണ് സത്യത്തിൽ നോറയ്ക്ക് പൈസ കൊടുത്തത്. അപ്പോൾ നോറ തൻ്റെ കംപ്ലീറ്റ് ക്യാഷും അടച്ചു കഴിഞ്ഞു, വാങ്ങിയ പൈസ തിരിച്ചടച്ചു, അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻസും കാര്യങ്ങളും ഫോർജ് ചെയ്ത സംഭവങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. അതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ തീർന്നു. ഈ ഒരു ഫോർജറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുന്നു. അപ്പോൾ ഈ ഒരു ലെറ്റർ, ഈ സംഭവങ്ങളൊക്കെ അടങ്ങിയ കത്തും ഫോർജറി ലെറ്റേഴ്സൊക്കെ അടങ്ങിയ ഇത് കണ്ടതോടുകൂടി അവിടെ ടോർവാൾഡ് വളരെ ഹാപ്പി ആകുന്നു. എന്നിട്ട് ടോർവാൾഡ് അറ്റംപ്റ്റ്സ് ടു ഡിസ്മിസ് ഹിസ് പാസ്റ്റ് ഇൻസൾട്ട്സ്. പിന്നെന്താ ചെയ്യുന്നു? ടോർവാൾഡ് മുമ്പ് പറഞ്ഞ ഈവൻ എന്താ പറയുക, ഹി ഡിക്ലെയർസ് ദാറ്റ് ഷീ വിൽ നോട്ട് ബി അലൗഡ് ടു റേസ് ദെയർ ചിൽഡ്രൻ. കുട്ടികളെ നോക്കാൻ പോലും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത്രയും ഹാർഷായിട്ട് സംസാരിച്ചതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അതൊക്കെ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബട്ട് ഹിസ് ഹാർഷ് വേർഡ്സ് ഹാവ് ട്രിഗേർഡ് സംതിങ് ഇൻ നോറ. പക്ഷേ നോറയുടെ മനസ്സിൽ അദ്ദേഹം ടോർവാൾഡ് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ വല്ലാതെ തറച്ചു കയറിയിരിക്കുകയാണ്. ഷീ ഡിക്ലെയർസ് ദാറ്റ് ഡെസ്പൈറ്റ് ദെയർ 8 years ഓഫ് മാരേജ് ദ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വൺ അനദർ. ഏകദേശം 8 വർഷമായിട്ട് നമ്മൾ പരസ്പരം ദാമ്പത്യ ജീവിതം നയിക്കുന്നു, എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ പൈസ എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ, ടോർവാൾഡിന് സുഖമില്ലാതിരുന്ന സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ കടം വാങ്ങി, ടോർവാൾഡിന് ചികിത്സയ്ക്ക് വേണ്ടി. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, അത്രേ സീരിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ലേഡിയാണ് നോറ. അപ്പം ആ ഒരു കാര്യത്തിന് ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഏതായാലും ഈ ടോർവാൾഡ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരുപാട് സങ്കടമായി നോറയ്ക്ക്. ടോർവാൾഡ് നോറ അസേർട്സ് ഹാസ് ട്രീറ്റഡ് ഹെർ ലൈക്ക് എ ഡോൾ. എന്നെ ഒരു പാവയെ പോലെയാണ് ടോർവാൾഡ് എന്നെ ഡീൽ ചെയ്തത്. ടു ബി പ്ലേഡ് വിത്ത് ആൻഡ് അഡ്മയർഡ്. എന്നെ ഒരുപാട് ഒരു പാവക്കുട്ടിയോട് നമുക്ക് എങ്ങനെയാണോ ഒരു ഇഷ്ടം തോന്നുന്നത് അതുപോലത്തെ രീതിയിൽ എന്നെ അഡ്മയർ ചെയ്തു. പക്ഷേ ഒരു പാവ എന്ന് പറയുമ്പം അത് ഇറ്റ്സ് ഈക്വൽ ടു ഇമോഷൻലെസ്, റൈറ്റ്? ഇമോഷൻസ് ഇല്ല, അതൊരു നോൺ ലിവിങ് തിങ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്നെ വെറും ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു അഡ്മയർ ചെയ്യുന്നൊരു വസ്തുവിനെ പോലെ കണ്ടു. എൻ്റെ ഇമോഷൻസ് ഒന്നും മനസ്സിലാക്കാൻ ടോർവാൾഡിന് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നോറയ്ക്ക് ഉണ്ടായി. ആൻഡ് ഷീ ഡിസൈഡ്സ് ടു ലീവ് ടോർവാൾഡ്. അങ്ങനെ ടോർവാൾഡുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഡിക്ലെയറിംഗ് ദാറ്റ് ഷീ മസ്റ്റ് മേക്ക് സെൻസ് ഓഫ് ഹെർസെൽഫ് ആൻഡ് എവറിത്തിങ് അറൗണ്ട് ഹെർ. ആൻഡ് ഷീ വാക്സ് ഔട്ട് സ്ലാമിങ് ദ ഡോർ ബിഹൈൻഡ് ഹെർ. അങ്ങനെ ഈ നാടകം അവസാനിക്കുന്നത് വാതിൽ ശക്തമായി അടച്ചുകൊണ്ട് നോറ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നാടകം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നാടകം സത്യത്തിൽ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വലാണ്, എസ്പെഷ്യലി വിമൻ.
As the young housewife Nora Helmer comes to the realization that she has spent her 8 years of marriage and indeed most of her life pretending to be the person that Torvald, her father, and society at large expect her to be. At the beginning of the play, Nora believes that all she wants is to be happy, which she defines as keeping the house beautifully and having everything just as her husband Torvald likes. And she further defines freedom as having more than enough money in order to create a life free from care. Yet her self sacrificing actions, illegally obtaining a loan to save her husband's life and then keeping this loan a secret in order to placate his manly pride, prevent her from attaining this freedom. As Nora realizes that her selfless actions are now the source of her sorrow, and she begins the question whether the life she leads is capable of providing her with happiness. Nora craves for freedom and happiness, but up until the very end of the play, her definitions of these things are skewed by the conventional society she grew up in. Though the lie around the forgery initially threatens Nora's marriage, its actually distraction comes via the revelation of the truth. In the face of Torvald's rage, Nora sees that the real lie is the one she has been living. Her decision to leave Torvald represents her first chance to find true freedom, which she now defines as the ability to make her own choices. Nora and entire outlook on life shifts by the end of the play, and she now understands that marriage needs equality to work. Whether Nora ever returns to Torvald and the children remains ambiguous, leaving the audience to wonder whether true fulfilling matrimony is possible in a society that holds one gender in great esteem than the other.